കാലങ്ങളായുള്ള പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടിയായിരുന്നു ഇന്ത്യ നൽകിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യത്തിലൂടെ. എന്തായാലും അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പാകിസ്ഥാനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയിൽ സന്തോഷിക്കുകയാണ് ഒരു കൊച്ചിക്കാരൻ. 1999 കാണ്ഡഹാറിലേക്ക് റാഞ്ചി കൊണ്ടുപോയ വിമാനത്തിലെ കേരളത്തിലെ ഏക മലയാളിയായിരുന്നു. ഈ ഭീകരാക്രമണമൊക്കെ ഉണ്ടായ സമയത്ത് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവ് കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ 24നോടൊപ്പം ചേരുകയാണ്. സാർ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ആ അനുഭവങ്ങൾ, ആ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാനൊരു വെക്കേഷൻ വേണ്ടിയിട്ടാണ് അന്ന് പോയത്. ആദ്യം ഇതിനു മുമ്പൊരു വെക്കേഷൻ ഉണ്ടായപ്പോൾ ഞാനത് ശ്രീലങ്ക സെലക്ട് ചെയ്തുകൊണ്ട് രണ്ടാമത് പോയപ്പോഴത്തേക്കും ഇതുപോലെ നേപ്പാളാണ് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ഫാമിലി ഒപ്പം വരേണ്ടതായിരുന്നു. അവർ ലാസ്റ്റ് മിനിറ്റ് അവർ നാട്ടിലേക്ക് പോകാമെന്നും ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്നുള്ള തീരുമാനം എടുത്ത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഇവിടുന്ന് ട്രെയിനിൽ പോയി പോകുന്ന വഴി ആഗ്രയിൽ ഇറങ്ങി. ഡൽഹിക്കുള്ള ടിക്കറ്റായിരുന്നുവെങ്കിലും ആഗ്രയിൽ ഇറങ്ങി താജ്മഹലൊക്കെ കണ്ടു. പിറ്റേ ദിവസം ഫ്ലൈറ്റിൻ്റെ ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തി. ഞാൻ തിരിച്ച് നേപ്പാളിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. നേപ്പാളിൽ ലാൻഡ് ചെയ്ത് തിരിച്ച് ഞാൻ റോഡ് മാർഗം തിരിച്ചു വരാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒറ്റയ്ക്കായിരുന്നു. ഞാനപ്പോൾ അത് മടുത്തു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു ചെറിയൊരു കൗണ്ടർ കണ്ടു. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു ടിക്കറ്റ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു, തിരിച്ച് ഡൽഹിക്കുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഒന്നും അവൈലബിൾ അല്ല, വൈകിട്ടാകുമ്പോഴത്തേക്കും എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ അപ്പം മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു എത്ര മണിക്ക് വന്നെ, ഒരു 6 മണിക്ക് 6:30 വന്നോളാൻ പറഞ്ഞു. 6:00 ചെല്ലുമ്പോഴത്തേക്ക് അവർ ഓൾമോസ്റ്റ് ക്ലോസ്ഡായി. അപ്പോൾ അവർ പറഞ്ഞു ഒരു ടിക്കറ്റ് ഇങ്ങനെ ക്യാൻസലായിട്ടുണ്ട്, സാറിന് വേണ്ടി തരാമെന്ന്. നമ്മൾ ശരി ബുക്ക് ചെയ്തോളാം. ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ പിറ്റേ ദിവസം 2:30 മണിക്ക് മറ്റാണ് ഫ്ലൈറ്റ്. ഉച്ചയാകുമ്പോഴത്തേക്കും അവിടെ എത്തി. യാതൊരുവിധ ചെക്കിങ്ങും നമ്മൾ നമ്മുടെ ബാഗേജും കൊണ്ട് അകത്ത് പോവുക, ബാഗേജ് ചെക്ക് ഇൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതുമായിട്ട് അങ്ങോട്ട് പോവുക. സെക്യൂരിറ്റി ഇന്നത്തെ പോലെ അന്നത്തെ സെക്യൂരിറ്റി ഒന്നുമില്ല. യു ക്യാൻ ജസ്റ്റ് വാക്ക് ഇൻ. ഇതാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിൽ ഒരു ചെറിയൊരു ഈ ഡ്യൂട്ടി ഫ്രീ പോലുള്ളൊരു ചെറിയൊരു പ്രസ്ഥാനമുണ്ട് അവിടെ, ത്രിഭുവൻദാസ് എയർപോർട്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ട്. എല്ലാവരും കുറേ കപ്പിൾസ് ഉണ്ട്, കുറേ ഫാമിലി ഉണ്ട്. അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അവിടെ ഇവിടെ കൂടി നടക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തികളും ടെററിസ്റ്റും ഉണ്ടായിരുന്നിരിക്കാം, നമ്മളന്ന് ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴാണ് അനൗൺസ്മെൻറ്റ് വന്നത് ഫ്ലൈറ്റ് ഡിലേ ആവുന്നുണ്ട്, ഒരു 1 മണിക്കൂർ ഡിലേ ഉണ്ടാവുമെന്ന് പറഞ്ഞു. വന്നിട്ട് ഫ്ലൈറ്റ് ഒരു 4:30 മണിയായപ്പോഴാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. ലാൻഡ് ചെയ്ത് അവർ പറഞ്ഞു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, അപ്പോൾ തന്നെ ടേക്ക് ഓഫ് ചെയ്യും. അപ്പോൾ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ ഒരു പറയുന്ന പോലെ കാറ് തിരിച്ചിട്ടു പോകുന്ന പോലെ ഇത് റെഡി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ എല്ലാം ആ വട്ടം വന്നപ്പോൾ നമ്മളൊരു വടം പൊട്ടിച്ചു വിട്ടാൽ എങ്ങനെ പോകണം, അല്ലെങ്കിൽ ഈ ഹാർട്ട്സ് കാറ്റിൽസ് എങ്ങനെ റേസ് ചെയ്തു, അതുപോലെ എല്ലാവരും കൂടെ ഈ ഫ്ലൈറ്റിലേക്കുള്ളവരെല്ലാവരും കൂടെ അങ്ങോട്ട് ഇടിച്ചു കയറി. സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഫാമിലി ഉണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, ഹണിമൂൺ കപ്പിൾസ് ഉണ്ടായിരുന്നു. ഭയാനകമായ ഒരു ഇത് സൃഷ്ടിച്ചിരുന്നു ആ സമയത്ത്. ഇല്ല, ആ സമയത്ത് എല്ലാവർക്കും ഇതെന്താണെന്ന് വെച്ചാൽ 24 ഡിസംബറാണ്, പിറ്റേ ദിവസം ക്രിസ്മസ് ആണ്. മിക്ക ആളുകളും വീട്ടിലെത്തിയിട്ട് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തിരക്കിലും കൂടിയാണ്. നമുക്ക് പിന്നെ ഏതായാലും എത്താൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എനിക്ക് അടുത്ത ഞാൻ കണക്റ്റിംഗ് ടിക്കറ്റ് ഇല്ല, പിന്നെ ഫ്ലൈറ്റ് അവിടെ നിന്ന് വേറെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഡൽഹി വരെ വരാനുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിൻ ഓപ്ഷൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇത് ആളുകൾ കെട്ടുവിട്ട പട്ടം പോലെ അങ്ങോട്ട് കയറി. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പോകാൻ ധൃതിയുണ്ട്. അവിടെയാണെങ്കിൽ ആരും ടിക്കറ്റ് ചെക്ക് ചെയ്യലോ അല്ലെങ്കിൽ ബോർഡിംഗ് പാസ് ചെക്ക് ചെയ്യലോ ഒന്നും ഉണ്ടായില്ല. എല്ലാവരും ഇടിച്ചങ്ങോട്ട് കയറി. എല്ലാവരും കയറി കഴിയുമ്പോൾ ഡോർ അടച്ചു, ലിഫ്റ്റ് ഓഫ് ചെയ്തു. ഒന്നാമത്തെ ഫ്ലൈറ്റ് 2.5 മണിക്കൂർ ഡിലേ ആണ്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ അതിർത്തി വിട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ ഡ്രിങ്ക്സും ഫുഡും സെർവ് ചെയ്തു. ഇതെന്ന് വെച്ചാൽ 45 മിനിറ്റ്സ് ഒരു ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പോൾ അത് കൊടുത്ത് തീർന്നവർക്ക് ലാൻഡ് ചെയ്യാനതിന് മുമ്പ് ഇത് ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ മറ്റേ എവറസ്റ്റ് കാണാമെന്ന് പൈലറ്റ് പറഞ്ഞപ്പോഴത്തേക്കും ഒരുവിധം എല്ലാവരും റൈറ്റ് സൈഡിലേക്ക് പോയി. അപ്പോൾ ആരോ തമാശ പറയണേ, എല്ലാവരും റൈറ്റ് സൈഡിലേക്ക് പോയാൽ പ്ലെയിൻ ഇങ്ങനെ മറിയും കേട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് വന്ന് സീറ്റിലൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരാൾ എയിലിൽ കൂടെ അങ്ങനെ നടന്ന് പോകണ്ടായിരുന്നു ഫ്രണ്ടിലേക്ക്. അപ്പോൾ പോയിട്ട് നേരെ കോക്പിറ്റിൽ പോയി. അപ്പോഴും എല്ലാവരും കുറേ പേര് ആഹാരം കഴിക്കുന്നുണ്ട്, ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്, ആരും ബോധേഡല്ല.
ഇയാൾ കോക്പിറ്റ് ചെന്ന് കോക്പിറ്റ് തുറന്നകത്ത് കയറിയിട്ട് ഗൺ പൈലറ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇതൊരു അറ്റാക്കാണ്, ഇത് ടെററിസ്റ്റ് അറ്റാക്കാണ്, നിങ്ങൾ ഹൈജാക്ക് ചെയ്യാണ് ഫ്ലൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ പൈലറ്റ് നോക്കി, പിന്നെ എന്താ പറയുന്നില്ല, ഇയാളുടെ തോക്കുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് വന്നു ഇങ്ങനെ നമ്മുടെ പൈലറ്റിൻ്റെ. ആ സമയത്ത് തന്നെ ഇത് അനൗൺസ്മെൻറ്റ് വരലും ഇവരൊരു 4 പേര്, എൻ്റെ റൈറ്റ് സൈഡിൽ 2 പേരുണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു, ബാക്ക് സൈഡിൽ ഒരാളുണ്ടായിരുന്നു, ഒരാൾ ബിസിനസ് ക്ലാസ്സിലുണ്ടായിരുന്നു. അങ്ങനെ 4 പേര് 4 സൈഡിലായിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും പെട്ടെന്ന് എഴുതുകയും ഈ മാസ്ക് താഴത്തേക്ക് വലിച്ചിടുകയും ചെയ്തു. അപ്പോൾ അവർ ഇത് തന്നെ പറഞ്ഞു, എല്ലാവരും അവരുടെ സീറ്റിലിരിക്കൂ, ഇത് അറ്റാക്കാണ്, ഇത് എന്ന് പറഞ്ഞാൽ ഹൈജാക്കാണ്, ഞങ്ങളിത് ചെയ്യുകയാണ്. അപ്പോൾ ഉറുദുവിലാണ്, ഒരു നമ്പർക്കൊക്കെ മനസ്സിലാവും. അപ്പോഴും ഒരു 10 മിനിറ്റ്സ് ഇത് റിയലൈസേഷൻ ആയിട്ടില്ല, സെറ്റും ചെയ്തിട്ടില്ല. ആളുകൾ എപ്പോഴും ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്, ഫ്രണ്ടിലിരിക്കുന്നതും ബാക്കിലേക്ക് വരുന്നുണ്ട്, ബാക്കിലിരിക്കുന്നതും ഫ്രണ്ടിലേക്ക് KSRTC ബസ്. എന്തായാലും റാഞ്ചി കൊണ്ട് പോവുകയാണ് ചെയ്തത്. അത് റാഞ്ചി എന്നുള്ളത് ഇവർ പറഞ്ഞിട്ടും പൈലറ്റ് പറഞ്ഞിട്ടും ഇത് ആളുകൾക്ക് അത് റിയലൈസ് ചെയ്തിട്ടില്ല. അവരപ്പോഴും സാധാരണ ഫ്ലൈറ്റുകളിൽ പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോഴാണ് ഇവർ ഒച്ചത്തിൽ ഇത് പറയലും 1-2 പേരെ അടിക്കുകയുണ്ടായി. അപ്പോഴാണ് ഇത് സിങ്കിൻ ചെയ്തത്, ഓ ഇത് റിയലാണ്, ഇവർ ടെററിസ്റ്റാണ് എന്നുള്ളത്. പിന്നെ അതങ്ങനെ 8 ദിവസം ഞങ്ങൾ പലയിടത്തും, ഇപ്പോൾ ഫ്ലൈറ്റ് തന്നെ ആദ്യം അമൃത്സറിൽ ഇറങ്ങി, അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 പേരെ കുത്തിയത്. അതിൽ ഒരാൾ മരിച്ചുപോയി, രൂപൻ കെട്ടിയാൽ. അയാളുടെ വൈഫിനെ അറിയിപ്പിച്ചിരുന്നില്ല. ആ സമയത്ത് അവിടെ എത്തുന്നു, അങ്ങനെ അവർ റാഞ്ചി കൊണ്ടുപോയി ആ സ്ഥലത്തേക്ക് ആദ്യം കണ്ട കാറിലേക്ക് എത്തുന്നു. അപ്പം ആ ദിവസം എങ്ങനെയായിരുന്നു മനസ്സ്? അത് നമ്മൾ ഇത് സംഭവിച്ചു. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇത് റിലീസ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വേണമെന്ന് നമുക്കറിയാം. വേറെ അല്ല, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഹോസ്റ്റേജ് ആണെന്നും. ദിവസം ഉണ്ടായിരുന്നു, 8 ദിവസം ഉണ്ടായിരുന്നു. 8 ദിവസം ജീവിതം ഇറ്റ്സ് മൊണോട്ടണസ് ആണ്. പിന്നെ ഫുഡ് കഴിക്കാൻ ടോയ്ലറ്റ് 2 ദിവസം കൊണ്ട് നിറഞ്ഞു. നമുക്ക് ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ ടോയ്ലറ്റിലേക്ക് പോകാനോ തോന്നുന്നില്ല. പിന്നെ ഇവരുടെ മൂഡ് സ്വിങ് അനുസരിച്ചിട്ട് ടെറർ പരിപാടികളുണ്ട്. നമുക്കത് നമ്മൾ ജീവിതം ഒരുമിച്ചായിരുന്നു ആണല്ലോ. ഞങ്ങളെല്ലാവരും എക്കണോമിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആദ്യം ഈ മരണത്തെ ഒരാളെ കൊന്നതിന് ശേഷം ബിസിനസ് ക്ലാസ്സിൽ കുറച്ച് പേരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവർ കൊന്നതിന് ശേഷം ഒരാളെ 2 പേരെ കുത്തിയല്ലോ, അതിൽ ഒരാൾ മരിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇവർ ദുബായിൽ ആദ്യം പാകിസ്ഥാനിലേക്ക് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അമൃത്സറിൽ നിന്നാണ് ഇത് സംഭവിച്ചത്. അവിടെ നിന്ന് പിന്നെ പാകിസ്ഥാനിലേക്ക് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അവിടെ അവർ അനുവദിക്കാത്തതുകൊണ്ട് ദുബായിൽ ലാൻഡ് ചെയ്തു. ദുബായിൽ ലാൻഡ് ചെയ്തപ്പോഴത്തേക്കും ഈ ഡെഡ് ബോഡിയും ലേഡീസിനെയും കുട്ടികളെയും അവർ പോകാൻ അനുവദിച്ചു. പക്ഷേ കുറേ പേര് പോയില്ല. അവർ ഫാമിലിയുടെ ഒപ്പം നിൽക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദുബായിൽ നിന്ന് ഫ്യൂവലൊക്കെ നിറച്ചിട്ട് അവർ കണ്ടഹാറിലേക്ക് പോകുന്നു, അഫ്ഗാനിസ്ഥാൻ. പിന്നെ അവിടെ ഉണ്ടായിരുന്നു 8 ദിവസം. ഈ നടപടി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ നിങ്ങളെ വിലയ്ക്ക് വെക്കുമല്ലോ. അവരുടെ ഡിമാൻഡല്ലേ. അതിപ്പോൾ ആരേത് ഹോസ്റ്റേജ് കേസിൽ ഇപ്പോൾ നമ്മൾ ഒരാളെ തട്ടിക്കൊണ്ട് പോയാലും പോയവരും ഡിമാൻഡ് വയ്ക്കും, മറ്റൊരു കൊടുക്കുക ഇത് എങ്ങനെ റിലീസ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതായിരുന്നു. നമ്മളല്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ അന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ലല്ലോ. എൻ്റെ ഫാമിലി 2 ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഞാനതിലുണ്ടെന്നല്ല. അവർ വിചാരിക്കണേ ഞാൻ അവിടെ ഉണ്ട്, ഞാൻ എത്താറായിട്ടില്ല, ഞാൻ എത്തുന്നത് ഇത്ര 24-ാം തീയതി 25-ാം തീയതി വരെ എത്തുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അവർക്ക് ഇത് അറിയില്ല. പിന്നെ ഇതിലൊക്കെ വന്നപ്പോഴാണ് ഇവരെൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ട്രേസ് ചെയ്ത്. എൻ്റെ കസിൻ പോലീസിലായിരുന്നു, പുള്ളി അത് ട്രേസ് ചെയ്തപ്പോഴത്തേക്കും ഞാനും അതിലൊരു പാസഞ്ചറാണെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഇവരറിയുന്നത്. ഞാനത് അറിയരുതെന്നാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് സഹിക്കാം, ഫാമിലിയും കൂടെ അത് സഫർ ചെയ്യണ്ടല്ലോ. അതുതന്നെയാണ് അവിടെയും. ഇവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ പ്രഷറിലായേനെ. ഇത് ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്കത് ഡീൽ ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു ഇവർക്ക് അറിയാമെന്ന്. ഞാൻ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത് എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ടെന്ന്, ഡൽഹി എയർപോർട്ടിൽ. ഇപ്പം നമ്മൾ ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും അല്ലെ, പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്കറിയാം എറണാകുളം സ്വദേശി തന്നെയാണ് കൊല്ലപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി, അത് വേറൊരു സത്യം. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത് ഒരു പോരാളി എന്ന നിലയിൽ മാത്രമല്ല, ഒരു മനുഷ്യനെന്ന നിലയിലും ഇത് പറയുന്നത് നമ്മൾ ഈ ഭീകരവാദത്തെ തുടച്ചു നീക്കണം.
അത് ഇന്നസെൻ്റായ ആളുകളെയാണ് ഭീകരവാദികൾ എതിരിടുന്നത്, അല്ലെങ്കിൽ അവരെയാണ് അവർ കൊല്ലുകയും അല്ലെങ്കിൽ അപകടപ്പെടുത്താൻ ശ്രമിക്കുക. എത്രയോ പേര് മരിക്കണു, എത്രയോ പേര് ഇൻകപ്പാസിറ്റി ചെയ്യണു, അങ്ങനെയുള്ള കാര്യം. അതിപ്പോൾ നേരെ നിന്ന് ഇതിൻ്റെ അവരുടെ എതിരായ സിസ്റ്റത്തിനെതിരെ അവർ പൊരുതുന്നതിന് പകരം ഇന്നസെൻ്റായ ആളുകളെയാണ് അവർ ഇത് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഈസി. ഇപ്പോഴത്തെ ഇന്ത്യൻ നടപടികളോട് ഇന്ത്യൻ നടപടി എന്ന് വെച്ചല്ല, ഇന്ത്യൻ നടപടി എന്നല്ല, ഒരു രാജ്യം ചെയ്യേണ്ട കാര്യം ചെയ്യണം. അത് നാളത്തേക്ക് ഇപ്പോൾ 25 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അയാൾ മരിച്ചു എന്ന് പറയുന്നത്. അത് ചെയ്യണം, അത് തക്ക മറുപടി തന്നെ കൊടുക്കണം. അത് ഇന്നസെൻറ്റിന് അല്ല, അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ പോലീസുമായിട്ടോ ഫോഴ്സുമായിട്ടോ ആണ് എതിരിടേണ്ടത്. അല്ലാതെ ഒരു തോക്കൻ മുനയിൽ കൊണ്ടുപോയി എന്താ പറയുക, ഒരു ഹെൽപ്പും ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരാളെ കൊണ്ടുവന്ന് കൊന്നിട്ടോ ചെയ്തിട്ട് എന്താ അതിന് പ്രയോജനം? കൊച്ചിയിൽ നിന്നും വിഷ്ണു കച്ചേരിക്കൊപ്പം YS അഭിനന്ദ്, 24.